നമസ്കാരം. ഇവർക്കും ഡെയിലി ന്യൂസ് ആൻഡ് സ്പെഷ്യലി സ്വാഗതം. ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 4 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. ഈ 4 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് നോക്കുമ്പോഴേക്കും ഇതിനകത്ത് 3 എണ്ണം കൃത്യമായിട്ടും ഇന്റർനാഷണൽ റിലേഷൻസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളതാണ്. എസ്പെഷ്യലി മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാവുന്ന ഏരിയാസ് ആണ്. ഈ വരുന്ന പ്രിലിംസിന് വേണമെങ്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനകത്ത് തന്നെ ഈ മൂന്നാമത്തതും നാലാമത്തതും ആയിട്ടുള്ള ആർട്ടിക്കിൾസ് മീൻസ് ഡെഡ് സീ അതേപോലെ നെഗേവ് ഡെസേർട്ടും ഇത് രണ്ടും റീസെന്റ് ഈ പറഞ്ഞ പോലെ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇസ്രായേൽ ഹമാസ് വാർ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ബേസിക്കലി ഈ ഒരു ആർട്ടിക്കിൾ ആ രണ്ട് ടോപ്പിക് ഡെഡ് സീയും അതേപോലെ നെഗേവ് ഡെസേർട്ടും വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ റിലേഷൻസിനകത്ത് പ്ലേസസ് ഇൻ ന്യൂസ് റിലേറ്റഡ് ആയിട്ടായിരിക്കും മാപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിട്ടായിരിക്കും ആ രണ്ട് ടോപ്പിക്കിനെ നമ്മൾ പഠിക്കുന്നത്. അതോടൊപ്പം തന്നെ പാപ്പുവ ന്യൂഗിനിയും ഓൾമോസ്റ്റ് ആ ഒരു മാപ്പ് ബേസ്ഡ് സ്റ്റഡി തന്നെയാണ് വരുന്നത്. ജോഗ്രഫിയുടെ പെർസ്പെക്റ്റീവോട് വരുന്നുണ്ട് എന്നുള്ള ഒരു അഡീഷണൽ പോയിന്റ് ആയിട്ട് കണക്കാക്കാൻ സാധിക്കും. കാരണം പാപ്പുവ ന്യൂഗിനിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇന്നലെയും വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ, വലിയൊരു ലാൻഡ് സ്ലൈഡ് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ $1 മില്യൺ ഈ പറഞ്ഞ ഒരു സഹായം ഇന്ത്യ പാപ്പുവ ന്യൂഗിനിക്ക് കൊടുക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലാണ് ഇന്ന് വാർത്ത വന്നിരിക്കുന്നത്. ഓൾറെഡി ഇന്നലെ ലാൻഡ് സ്ലൈഡ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പാപ്പുവ ന്യൂഗിനിയയുടെ ആയിട്ട് ബന്ധപ്പെട്ട ലൊക്കേഷൻസ്, ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ആണ് മെയിൻ ആയിട്ട് ആ ഒരു ടോപ്പിക്കിനകത്ത് പഠിക്കാൻ പോകുന്നത്. പിന്നെ ഒന്നാമത്തെ ടോപ്പിക്ക് ഇന്നത്തെ എഡിറ്റോറിയൽ പേജിൽ ആർട്ടിക്കിളാണ്. ഇക്വിറ്റി ആൻഡ് ഇൻക്ലൂഷനുമായിട്ട് ബന്ധപ്പെട്ട് മെയിൻലി പേഴ്സൺസ് വിത്ത് ഡിസേബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. അത് നമുക്ക് കൂടുതലും ഈ പറഞ്ഞ സോഷ്യലായിട്ട് അവരെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യരുത് തുടങ്ങിയ കാര്യങ്ങളാണ് ആ ഒരു ആർട്ടിക്കിളിനകത്ത് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇക്വിറ്റി ആൻഡ് ഇൻക്ലൂഷൻ എന്ന ടോപ്പിക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പർ ടു സോഷ്യൽ ജസ്റ്റിസ് വിത്ത് റെസ്പെക്ട് ആയിട്ടായിരിക്കും നമ്മൾ എക്സാം വ്യൂ പോയിന്റിൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നത്. പിന്നെ ഇന്ന് നമ്മൾ ചെയ്യുന്ന പോലെ ലാസ്റ്റ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് എന്നൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എടുത്തിട്ട് നമ്മൾ പ്രിലിംസിന്റെ MCQ നമ്മൾ സോൾവ് ചെയ്തിട്ടായിരിക്കും സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിളാണ് സ്റ്റിൽ നോ സൈൻ ഓഫ് ദ ലാംഗ്വേജ് ഓഫ് ഇക്വിറ്റി ആൻഡ് ഇൻക്ലൂഷൻ എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് സോഷ്യൽ ജസ്റ്റിസിന്റെ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പറഞ്ഞു. ഡിസേബിൾഡ് ആയിട്ടുള്ള വ്യക്തികളുമായിട്ട് ഡിസേബിൾഡ് പീപ്പിളുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യമായിട്ട് എങ്ങനെയാണ് ഡിസേബിലിറ്റിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യം പഠിക്കണം. കാരണം അത് ആ ഒരു ടോപ്പിക്ക് നമുക്ക് മെയിൻസിനും ആവശ്യമാണ്, അതേപോലെ പ്രിലിംസിനും ആ കാര്യങ്ങൾ ആവശ്യമായിട്ട് മാറിയേക്കാം. സോ ഇവിടെ പേഴ്സൺസ് വിത്ത് ഡിസേബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അവരുടെ റൈറ്റുകൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു നൽകുന്ന ഒരു ആക്ടാണ് റൈറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസേബിലിറ്റീസ് ആക്ട് 2016 എന്നറിയപ്പെടുന്നത്. RPWD ആക്ട് 2016 എന്നറിയപ്പെടുന്നത്. ആക്ച്വലി ഇതിന് മുമ്പും ശരിക്കും പറഞ്ഞാൽ ആക്ട് ഉണ്ടായിരുന്നു. ഡിസേബിൾഡ് ആയിട്ടുള്ള വ്യക്തികളുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കാനായിട്ട് ആക്ട് ഉണ്ടായിരുന്നു. അത് 1995 ആക്ട് ആണ്. അതിനെ നമ്മൾ അമെൻഡ് ചെയ്ത് മാറ്റിയതാണ് ഇപ്പോൾ നിലവിലുള്ള റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസേബിലിറ്റീസ് ആക്ട് 2016 എന്നുള്ളൊരു കാര്യം ഓർമ്മയിൽ വെച്ചേക്കാം. സോ ഈ ആക്ടിനകത്താണ് ഡിസേബിലിറ്റിയെ കുറിച്ചിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു പോയിന്റ് പ്രിലിംസിന് ചോദിക്കാം. ഡിസേബിലിറ്റി എന്നുള്ളൊരു വാക്ക് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം കോൺസ്റ്റിറ്റ്യൂഷനകത്തല്ല ഡിഫൈൻ ചെയ്യുന്നത്. ഡിസേബിലിറ്റി എന്നുള്ള വാക്കിന് ഡെഫിനേഷൻ കൊടുത്തിരിക്കുന്ന ഈ റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസേബിലിറ്റി ആക്ടിനകത്താണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഇതിനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഡിഫൈൻഡ് ആസ് ആൻ ഇവോൾവിംഗ് ആൻഡ് ഡൈനാമിക് കൺസെപ്റ്റ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഓർക്കാറുണ്ട് ഈ പറഞ്ഞ ഡിസേബിലിറ്റി എന്ന് പറയുന്ന ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നമായിട്ടാണ് നമ്മൾ പലപ്പോഴും ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷേ ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു പോരായ്മ മാത്രമല്ല അതിനുള്ളത്. കൃത്യമായിട്ട് പറയുവാണെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസും ഇതിനകത്ത് ചേർന്ന് വരും. ഏറെക്കുറെയും പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിലും സോഷ്യലായിട്ടാണ് ഇങ്ങനെയുള്ള വ്യക്തികൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്നത്. മെയിൻലി പറഞ്ഞ പോലെ സോഷ്യൽ എക്സ്ക്ലൂഷൻ, മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും അവരെ എക്സ്ക്ലൂഡ് ചെയ്യുക, അങ്ങനെ ഒരു പ്രശ്നമാണ് പലപ്പോഴും ഇവർക്ക് ഈ പറഞ്ഞ ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു തോന്നൽ പലപ്പോഴും ഉണ്ടാക്കുന്ന എന്നുള്ളൊരു കാര്യം ഓർക്കുക. സോ ഡിസേബിലിറ്റി ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് ആൻ ഇവോൾവിംഗ് ആൻഡ് ഡൈനാമിക് കൺസെപ്റ്റ് ആസ് പെർ ദിസ് റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസേബിലിറ്റീസ് ആക്ട് ആൻഡ് ദ ടൈപ്സ് ഓഫ് ഡിസേബിലിറ്റീസ് ഹാവ് ബീൻ ഇൻക്രീസ് ഫ്രം എക്സിസ്റ്റിംഗ് 7 to 21. അതായത് ഈ പറഞ്ഞ ഇതിന് മുമ്പത്തെ ആക്ടിനകത്ത് 7 ഡിസേബിലിറ്റീസിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് 21ലേക്ക് ഉയർന്നിരിക്കുന്ന എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ആൻഡ് ദ സെൻട്രൽ ഗവൺമെന്റ് വിൽ ഹാവ് ദ പവർ ടു ആഡ് മോർ ടൈപ്സ് ഓഫ് ഡിസേബിലിറ്റീസ്. അപ്പോൾ ഈ ഡിസേബിലിറ്റിയുടെ ലിസ്റ്റിലേക്ക് പുതിയൊരു ഡിസേബിലിറ്റി ഒരു ടൈപ്പ് ആഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള അധികാരം ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? സെൻട്രൽ ഗവൺമെന്റ് ആണ് ഈ ആക്ടിലൂടെ അധികാരം കൊടുത്തിരിക്കുന്ന കാര്യം ഓർക്കുക. അതൊക്കെ വേണമെങ്കിൽ സിമ്പിളായിട്ട് തെറ്റിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് എന്ന് പറഞ്ഞേക്കാം. അല്ല, സെൻട്രൽ ഗവൺമെന്റ് എന്നുള്ള കാര്യം ഓർമ്മയിൽ വെച്ചേക്കാം. ദെൻ നിലവിൽ ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് ഡിസേബിലിറ്റി ആണ് നമ്മൾ നോക്കുന്നത്. ലെപ്രസി ക്യൂർഡ് പേഴ്സൺ, സെറിബ്രൽ പാൾസി ആൻഡ് ആസിഡ് അറ്റാക്ക് വിക്ടിംസ്, ബ്ലൈൻഡ്നെസ്, ഡെഫ്, സ്പെഷ്യലൈസ്ഡ് ലേണിംഗ് ഡിസേബിലിറ്റീസ്, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, പാർക്കിൻസൺസ് ഡിസീസ് ആൻഡ് ഹിമോഫീലിയം എക്സെട്ര തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു ലിസ്റ്റിനകത്തുള്ള ഡിസേബിലിറ്റി ടൈപ്സ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. സോ ദെൻ പേഴ്സൺസ് വിത്ത് ബെഞ്ച്മാർക്ക് ഡിസേബിലിറ്റീസ് എന്നുള്ള വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവും. സോ അതെങ്ങനെയാണ് ആ ക്രൈറ്റീരിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫൈൻഡ് ആസ് ദോസ് സർട്ടിഫൈഡ് ടു ഹാവ് അറ്റ്ലീസ്റ്റ് 40% ഓഫ് ദ ഡിസേബിലിറ്റീസ് സ്പെസിഫൈഡ്. ഈ പറഞ്ഞിരിക്കുന്ന ഡിസേബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് 40% ആ ഡിസേബിൾഡ് ആണെങ്കിലും അത്തരത്തിലുള്ള വ്യക്തികളെയാണ് പേഴ്സൺസ് വിത്ത് ബെഞ്ച്മാർക്ക് ഡിസേബിലിറ്റി എന്ന് നമ്മൾ പലപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്നത്. നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള കേൾക്കാറുണ്ടല്ലോ, പേഴ്സൺസ് വിത്ത് ബെഞ്ച്മാർക്ക് ഡിസേബിലിറ്റി നമ്മൾ കേൾക്കാറുണ്ട് പത്രത്തിലൊക്കെയാണ് പോലും. അപ്പോൾ പേഴ്സൺസ് വിത്ത് ബെഞ്ച്മാർക്ക് ഡിസേബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസേബിലിറ്റീസ് ഒക്കെ തന്നെ ഏകദേശം 40% ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, സോ
ഇനി നമ്മൾ ഇന്നത്തെ ആർട്ടിക്കിളിൽ കൃത്യമായിട്ട് പോവുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ആർട്ടിക്കിളിനകത്ത് നമ്മൾ റൈറ്റ്സ് ഓഫ് പേഴ്സണൽ ഡിസബിലിറ്റി പറയുമെങ്കിൽ കൂടിയും ഈ ഒരു ആർട്ടിക്കിളിനകത്ത് മെയിൻലി ഡീൽ ചെയ്യുന്ന ഡെഫ് ആയിട്ടുള്ള ആളുകൾക്ക് ആയിട്ട് ബന്ധപ്പെട്ടാണ്. അവർ ഈ പറഞ്ഞ പോലെ നോർമൽ ഈ പറഞ്ഞ പോലെ ആക്ടിവിറ്റീസ് നിന്നും ഒഴിവാക്കി നിർത്തുന്നു, എക്സ്ക്ലൂഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ സോഷ്യലി അവരെ എക്സ്ക്ലൂഡ് ചെയ്യുന്നു. കൂടുതൽ ഈ പറഞ്ഞ പോലെ അവരെ മെയിൻ സ്ട്രീം ധാരയിലേക്ക്, മെയിൻ സ്ട്രീമിലേക്ക്, ഈ പറഞ്ഞ സൊസൈറ്റിയുടെ ആണെങ്കിലും മെയിൻ സ്ട്രീമിലേക്ക് അവരെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ് മെയിൻലി ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സോ നാഷണൽ പ്രോഗ്രാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡെഫ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, അവർക്ക് റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഒരു പ്രോഗ്രാം ഉണ്ട്. ആൻഡ് ദാറ്റ് പ്രോഗ്രാം ഇസ് നോൺ ആസ് എ നാഷണൽ പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഡെഫ്നെസ്. ഓക്കെ, സോ ഇത് എന്തിനാണ് ഈ പ്രോഗ്രാം ചോദിച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ടു ട്രീറ്റ് ഹിയറിംഗ് ഇമ്പയർമെന്റ് ട്രീറ്റ് ചെയ്യുക, ആൻഡ് ഓൾസോ ടു പ്രൊവൈഡ് മെഡിക്കൽ റീഹാബിലിറ്റേഷൻ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന് അതിന്റെ ഇമ്പയർമെന്റ് ട്രീറ്റ്മെന്റും കാര്യങ്ങളും വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ റീഹാബിലിറ്റേഷനും ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഓർക്കണം, ഈ രണ്ട് രീതിയിൽ പറയുമ്പോഴും ഇത് അസുഖം വന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. മീൻസ് ഇറ്റ് ഓൾമോസ്റ്റ് ഡീൽസ് വിത്ത് ക്യൂറേറ്റീവ് മാനർ, അല്ലെ? ക്യൂറേറ്റീവ് മാനർ ആണ് നമ്മുടെ എൻറ്റയർ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നമാണ്. നമ്മൾ പ്രിവെന്റീവ് കെയർ അല്ല പലപ്പോഴും ചെയ്യുന്നത്. നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ക്യൂറേറ്റീവ് കെയർ ആണ്. അസുഖം വന്നിട്ട് അതിനെ ചികിത്സിക്കാനുള്ള കാര്യങ്ങളാണ് പലപ്പോഴും നമ്മൾ നോക്കുന്നത്, അല്ലാണ്ട് അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് നമ്മൾ പലപ്പോഴും നോക്കാറില്ല എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യയുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ വൺ ഓഫ് ദ ലിമിറ്റേഷൻസ് ആയിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പോരായ്മയായിട്ട് പറയേണ്ടി വരുന്നത്. ഇവിടെ അത് തന്നെയാണ്. പേഴ്സൺസ് വിത്ത് ഡെഫ്നെസ്സിന് ഈ പറഞ്ഞ പോലെ, ഡെഫിൻ്റെ ഈ പറഞ്ഞ പോലെ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഈ നാഷണൽ പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഡെഫ്നെസ്. പക്ഷേ ഇതിലൂടെ നമ്മൾ ആക്ച്വലി എന്താ ചെയ്യുന്നത്? ക്യൂറേറ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് ആണ് നമ്മൾ മോസ്റ്റ്ലി ചെയ്യുന്നത്. ഇനി ആ ക്യൂറേറ്റീവ് മെത്തേഡ്സ് ഓക്കെ, ബട്ട് ഇതിനകത്ത് ഒരിടത്തും അത്തരത്തിലുള്ള വ്യക്തികളെ സോഷ്യൽ സ്ട്രീമിലേക്ക് ഈ പറഞ്ഞ പോലെ കൈപിടിച്ചുയർത്താനായിട്ട്, അല്ലെങ്കിൽ അവരെ കൂടുതൽ അവരുടെ സോഷ്യൽ ഈ പറഞ്ഞ പോലെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉയർത്താനായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് പരാമർശിക്കപ്പെടുന്നില്ല. ഇപ്പോൾ സപ്പോസ് ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള വ്യക്തികൾ നേരിടുന്ന ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാകും. പക്ഷേ നമ്മൾ പറഞ്ഞു, ആ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ ലിമിറ്റേഷനേക്കാൾ ഒരുപാട് ഉപരിയായിട്ട് ഇവർ അനുഭവിക്കുന്ന സോഷ്യൽ ആയിട്ടുള്ള സ്റ്റിഗ്മാസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസ് ആയിട്ട് മാറുന്നത്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റി അവരെ കൂടുതൽ സോഷ്യൽ സ്ട്രീമിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഈ പ്രോഗ്രാമിനകത്തൊന്നും കാര്യങ്ങൾ പറയുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിന്റെ വ്യൂ പോയിന്റിൽ പറയുന്നത്. ആൻഡ് ദെൻ ഓൾസോ ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ കേൾവിശക്തി കുറവുള്ള ആൾക്കാർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത സ്ലൈഡ് ഞാൻ ഇന്ത്യൻ സൈൻ ലാംഗ്വേജിനെ കാണിച്ചു തരാം. സോ സൈൻ ലാംഗ്വേജ് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള സൈൻ ലാംഗ്വേജസും അല്ലെങ്കിൽ അതിന്റെ പ്രൊസീജിയേഴ്സ്, ഇതൊക്കെ കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ഇവിടെ എന്താ പറയുക, ഒരു പ്രോപ്പർ പ്രിസ്ക്രിപ്ഷൻ രീതിയിലേക്ക് നമുക്ക് പറയാനായിട്ട് വരുന്നില്ല. ഇപ്പം എത്ര സ്കൂളുകളിലുണ്ട് ഇത്തരത്തിലുള്ള ഈ ഒരു ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറവ് മാത്രമേ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകൾക്കും ഈ സയൻസ് അറിയത്തില്ല. ഇത്തരത്തിലുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഒട്ടനവധി ആൾക്കാർ ഫേസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതൊരു മെയിൻ സ്ട്രീം ലാംഗ്വേജ് ആയിട്ട് മാറ്റി ഈ പറഞ്ഞ പോലെ സ്കൂൾ കരിക്കുലത്തിനകത്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇത്തരത്തിൽ ഡെഫ്നെസ് ഫേസ് ചെയ്യുന്ന വ്യക്തികൾക്കും അതൊരു നോർമൽ ഈ പറഞ്ഞ പോലെ അവർക്കൊരു സോഷ്യൽ ലൈഫ് അതിലൂടെ ലീഡ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് പറയേണ്ടതായിട്ട് വരും. സോ ഇവിടെ ഇന്ത്യൻ സൈൻ ലാംഗ്വേജസിനെ നമ്മുടെ ഒരു പ്രോപ്പർ സ്ട്രീമിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. കമ്മ്യൂണിക്കേഷന്റെ ഒരു ഇന്റഗ്രൽ ഫോം ആയിട്ട് നിലവിൽ ഈ പറഞ്ഞ പോലെ കരുതുന്നുണ്ടെങ്കിൽ പോലും, പക്ഷെ അതിനെ സ്കൂൾ കരിക്കുലത്തിലോ അല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും അതിനുള്ള ട്രെയിനിങ് കൊടുക്കാനായിട്ട് ഒന്നും തന്നെ ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല. ഇപ്പം ഇവൻ അതിനകത്ത് ഒരു സ്റ്റെപ്പ് പറയുവാണെങ്കിൽ സോഷ്യൽ ജസ്റ്റിസ് മിനിസ്ട്രി 2015 ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് റിസർച്ച് ആൻഡ് ട്രെയിനിങ് സെന്റർ ഒക്കെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ഇസ് നോട്ട് റെക്കഗ്നൈസ്ഡ് ആസ് ഒഫീഷ്യൽ ലാംഗ്വേജ്. അതായത് ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ഇതാണ്. ഈ ഒരു സ്ലൈഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, മിനിസ്ട്രിയുടെ വെബ്സൈറ്റിൽ തന്നെ ഉള്ളതാണ്. ഇവിടെ ആൽഫബറ്റ്സിന്റെ സൈൻ ലാംഗ്വേജ് ആണ്. ABCD തൊട്ട് ഇസഡ് വരെയുള്ള ലെറ്റേഴ്സിന്റെ ആ ഒരു സൈൻ ലാംഗ്വേജ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പക്ഷേ ഇങ്ങനെയുള്ള ലാംഗ്വേജോ കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ സ്കൂളുകളിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. മീൻസ് അത് ഈ പറഞ്ഞ പോലെ ആവശ്യം ഉണ്ടെന്നാണോ ഇല്ലാത്തതുകൊണ്ടിട്ടാണോ എന്ന് അറിയുന്നില്ല. ബട്ട് ബേസിക്കലി ഗവൺമെന്റ് സ്കൂൾ കരിക്കുലത്തിനകത്ത് ഈ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ബട്ട് ഈ കരിക്കുലത്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്തടത്തോളം കാലം ആളുകൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്നുമില്ല. അപ്പോൾ ഇത്തരത്തിൽ ഡെഫ്നെസ് ഫേസ് ചെയ്യുന്ന വ്യക്തികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോഴേക്കുമാണ് അത്തരത്തിലുള്ള ആളുകൾ ഈ പറഞ്ഞ പോലെ സോഷ്യൽ സ്ട്രീമിൽ നിന്നും എക്സ്ക്ലൂഡഡ് ആയിട്ട് മാറിപ്പോകുന്നത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. അല്ലെങ്കിൽ കുറേയും കൂടെ അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോഷ്യൽ സ്ട്രീമിലേക്ക് ചേർത്ത് നിർത്താനായിട്ട് സാധിക്കും എന്നുള്ളതും ഇതിൻ്റെ ഒരു പോയിന്റ് തന്നെയാണ്. സോ ദെൻ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഒന്നും തന്നെ ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഇൻകോപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യങ്ങളും കാണുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ സൈൻ ലാംഗ്വേജ് ഇന്റർപ്രിട്ടേഴ്സിന്റെ, ഇപ്പം നമ്മൾ പൊതുവിൽ പറയുകയാണെങ്കിൽ ഇപ്പം ഇലക്ഷൻ സമയമൊക്കെ ആയിരുന്നു, ഇപ്പോഴും സ്റ്റിൽ നമ്മുടെ രാജ്യത്ത് ഇലക്ഷന്റെ അവസാനിച്ചിട്ടില്ല, ലോക്സഭ ഇലക്ഷന്റെ ഒരു ഫേസും കൂടെ നടക്കാനായിട്ടുണ്ട്. സോ അപ്പോൾ ആ ഒരു ലോക്സഭ ഇലക്ഷൻസിനകത്ത് തന്നെ പോലും ഇപ്പം നമ്മൾ കേരളത്തിലാണെങ്കിൽ കാണാം, നാഷണൽ ലെവൽ ലീഡേഴ്സ് ഒക്കെയാണ് വന്ന് ഇവിടെ ഓരോ പരിപാടിയിൽ പ്രസംഗിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ ഹിന്ദിയിൽ പ്രസംഗിക്കുമ്പോൾ അതിനെ ലോക്കൽ ലാംഗ്വേജിലേക്ക്, ഏതൊരു ഈ പറഞ്ഞ പോലെ മലയാളത്തിലേക്കൊക്കെ തന്നെ തർജ്ജിമ ചെയ്യാനായിട്ട് ഒരു ഇന്റർപ്രറ്റർ അവിടെ കാണാറുണ്ട്. പക്ഷേ അവിടങ്ങളിൽ ഒന്നും തന്നെ പലപ്പോഴും ആരെ കാണാറില്ല? ഒരു സൈൻ ലാംഗ്വേജ് ഇന്റർപ്രറ്ററിനെ കാണാറില്ല. പൊതുവിൽ നമ്മൾ കാണുന്ന ഇപ്പോൾ ഒരു ചെറിയൊരു നല്ല കാര്യം അല്ലെങ്കിൽ ഒരു ഇനീഷ്യേറ്റീവ് എന്ന് പറയാൻ സാധിക്കുന്നത്, ന്യൂസ് ചാനൽസിലൊക്കെ തന്നെ ഒരു ടൈം പീരിയഡിൽ, മീൻസ് എപ്പോഴും ഇല്ല, ഒരു ടൈമിൽ ഈ പറഞ്ഞ പോലെ മോസ്റ്റ്ലി ഈവനിങ് ടൈമിലൊക്കെ തന്നെ ഈ ഒരു സൈൻ ലാംഗ്വേജ് ഇന്റർപ്രറ്ററിനെ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ടിവിയിൽ ഈ പറഞ്ഞ പോലെ മെയിൻ ആങ്കർ ഉണ്ടാവും, അദ്ദേഹത്തോട് ചേർന്ന് ഈ പറഞ്ഞ കോ ആങ്കർ ആയിട്ട് ഈ പറഞ്ഞ പോലെ സൈൻ ലാംഗ്വേജ് ഇന്റർപ്രറ്റർ ഉണ്ടാവും. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ വെൽക്കമിങ് സ്റ്റെപ്പാണ്. ബട്ട് ഇങ്ങനെയുള്ള മെയിൻ സ്ട്രീം
പ്രോഗ്രാംസിൽ, എസ്പെഷ്യലി ഇപ്പം ഇലക്ഷൻ എന്നൊക്കെ പറയുന്ന എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട പ്രോഗ്രാമാണ്. സോ അങ്ങനെയുള്ള ഇലക്ഷൻ പ്രോഗ്രാംസിലൊക്കെ തന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ ലാംഗ്വേജ് ഇന്റർപ്രറ്റർ ഉണ്ടെങ്കിലും ഇത്തരത്തിലുള്ള സൈൻ ലാംഗ്വേജ് ഇന്റർപ്രറ്ററിനെ കാണുന്നില്ല എന്നുള്ളത് അതിൻ്റെ ഒരു പോരായ്മയായിട്ടും പറയേണ്ടതായിട്ട് വരും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഡെഫ്നെസ് ഒക്കെ ആണല്ലോ അനുഭവപ്പെടുന്ന വ്യക്തികളെ നമുക്ക് സോഷ്യൽ സ്ട്രീമിലേക്ക് ചേർത്ത് നിർത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിൾ ഉടനീളം പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇനി ഇത്തരത്തിലുള്ള ഹിയറിംഗ് ഇമ്പയർമെന്റ് ഫേസ് ചെയ്യുന്ന ആളുകളുടെ ഒരു കണക്കുകൾ നോക്കുവാണെങ്കിൽ, മീൻസ് നമുക്ക് മെയിൻസിനൊക്കെ ഒരു ആൻസർ എഴുതേണ്ടി വരുമ്പോഴേക്കും ഇങ്ങനെയുള്ള ഡേറ്റാസ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ലാസ്റ്റ് സെൻസസ്, നമുക്കിപ്പോൾ ഇന്ത്യയിൽ ലാസ്റ്റ് സെൻസസ് കണ്ടക്ട് ചെയ്ത് 2011 അതിനുശേഷം 2021 കണ്ടക്ട് ചെയ്യേണ്ടതായിരുന്നു, ബട്ട് ഇതുവരെ കണ്ടക്ട് ചെയ്തിട്ടില്ല. പല പല കാരണങ്ങൾ കാരണം അത് നീണ്ടു പോവുകയാണ്. അപ്പോൾ ലാസ്റ്റ് ഒഫീഷ്യൽ സെൻസസ് 2011 ആ സെൻസസ് പ്രകാരം ഇന്ത്യയിൽ 5 മില്യൺ ഹിയറിംഗ് ഇമ്പയർഡ് പീപ്പിൾ ഉണ്ട് എന്നുള്ളതാണ് കരുതപ്പെടുന്നത്. പക്ഷേ 2011 ഡേറ്റയാണ്. ലേറ്റസ്റ്റ് ഈ പറഞ്ഞ അൺഒഫീഷ്യലായിട്ട് നാഷണൽ അസോസിയേഷൻ ഓഫ് ഡെഫ് എന്ന് പറയുന്നത്, ആ അസോസിയേഷൻ കൗണ്ട് ചെയ്ത പ്രകാരം ഇന്ത്യയിൽ 18 മില്യൺ ഉണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇനി WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എസ്റ്റിമേറ്റ് പ്രകാരം ഇന്ത്യൻസിൽ ഈ പറഞ്ഞ 63 മില്യൺ ആളുകൾക്ക് സിഗ്നിഫിക്കന്റ് ഹിയറിംഗ് ഇമ്പയർമെന്റ് ഉണ്ട് എന്നുള്ളതാണ് WHOയുടെ കണക്ക്. ഹവർ ദേ റെയർലി ഫൈൻഡ് ഇൻക്ലൂഷൻസ് ഇൻ അവർ ലൈഫ്സ്. അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ മെയിൻ സ്ട്രീം ലൈഫ്സിന്റെ ഭാഗമായിട്ട് പലപ്പോഴും മാറാറില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇനി കുട്ടികളിൽ പോലും ദർ ഈസ് ഓൾറെഡി ഈ പറഞ്ഞ പോലെ കുട്ടികളിലാണെങ്കിൽ പോലും നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസം കൊടുക്കുക, ഇത്തരത്തിലുള്ള സ്കൂൾ വിദ്യാഭ്യാസം കൊടുക്കുന്ന കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. only 5% ഓഫ് ഡെഫ് ചിൽഡ്രൻ ഫൈൻഡ് ദംസെൽസ് ഇൻ ദ സ്കൂൾ. അതിന് മെയിൻ കാരണം ഒന്ന്, ഇത്തരത്തിലുള്ള ആളുകൾക്ക് പഠിക്കാനായിട്ടുള്ള സ്കൂളുകളുടെ അവൈലബിലിറ്റി ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ്. കാരണം ഇപ്പോൾ മെയിൻ സ്ട്രീം സ്കൂളുകളിലൊന്നും തന്നെ നമ്മൾ മെയിൻ സ്ട്രീം സ്കൂളുകളിൽ നമ്മൾ ഓറൽ എഡ്യൂക്കേഷനാണ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. മീൻസ് കാര്യങ്ങൾ വായിച്ച് ഈ പറഞ്ഞ പോലെ പറയുകയും മറ്റൊരു ഇപ്പം ടീച്ചർ ആണെങ്കിലും നമ്മൾ പറയുന്നത് കേട്ട് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ള രീതിയിലേക്കാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇപ്പോഴും റൺ ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ ഇങ്ങനെയുള്ള ഒരു സൈൻ ലാംഗ്വേജ് ഇന്റർപ്രിട്ടേഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തു കൊടുക്കുന്നില്ല. സോ ഇത്തരത്തിലുള്ള കുട്ടികളാണെങ്കിലും നോർമൽ സ്കൂളുകളിൽ പോയി പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴേക്കും ഇവരുടെ ടോട്ടൽ എഡ്യൂക്കേഷനെ തന്നെ അത് ബാധിച്ചേക്കാം. സോ only 5% ഓഫ് ഡെഫ് ചിൽഡ്രൻ ഫൈൻഡ് ദംസെൽസ് ഇൻ സ്കൂൾ ആൻഡ് ഇറ്റ് ഓഫൻ ടേക്സ് ദം മച്ച് ലോങ്ങർ ടു ഗ്രാജുവേറ്റ്. ഒരുപാട് നാൾ ഈ പറഞ്ഞ പോലെ അവർക്ക് പഠിക്കേണ്ടതായിട്ടും വരുന്നുണ്ട്. സോ ദെൻ ഈ പറഞ്ഞ പോലെ താങ്ക്സ് ടു ഓർലെസ് കോഴ്സ് സ്ട്രക്ചേഴ്സ്. സോ ഇപ്പം നിലവിൽ പറയുകയാണെങ്കിൽ കുറച്ചിടങ്ങളിൽ മാത്രമാണ് അങ്ങനെയുള്ള കോഴ്സ് സ്ട്രക്ചേഴ്സും കാര്യങ്ങളും, ബട്ട് അത് മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിൽ ഉടനീളം പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ആർട്ടിക്കിളിൽ നിന്ന് പ്രധാനമായിട്ടും പഠിച്ചിരിക്കണം. ഓൾമോസ്റ്റ് ഒരു മെയിൻസ് പെർസ്പെക്റ്റീവിലുള്ള ആർട്ടിക്കിളായിട്ട് ഇതിനെ കണക്കാക്കാൻ സാധിക്കും. ഇനി നമ്മൾ രണ്ടാമത്തെ ആർട്ടിക്കിലേക്ക് മോൺ ചെയ്യാണ്. ഇനിയുള്ള നമ്മുടെ 3 ആർട്ടിക്കിൾസും നമ്മൾ ഇന്റർനാഷണൽ റിലേഷൻസ് മാപ്പ് ബേസ്ഡ് ആയിട്ട് പഠിക്കുന്ന ആർട്ടിക്കിൾസ് ആണ്. ഷോർട്ട് ആർട്ടിക്കിൾസ് തന്നെയാണിത്. സോ സെക്കൻഡ് ആർട്ടിക്കിൾ വാർത്ത ഇതാണ്: ഇന്ത്യ ഓഫേഴ്സ് $1 മില്യൺ എയ്ഡ് ടു പാപ്പുവ ന്യൂഗിനിയ. പാപ്പുവ ന്യൂഗിനിയയുടെ ആ ഒരു ലാൻഡ് സ്ലൈഡ് നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇന്ത്യ സഹായം, എയ്ഡ് മീൻസ് ഈ പറഞ്ഞ പോലെ നമുക്ക് പലിശയ്ക്ക് കൊടുക്കുന്ന പൈസയല്ല. എയ്ഡ് മീൻസ് നമ്മൾ സഹായമായിട്ട് കൊടുക്കുന്നതാണ്. അത് നമ്മൾ പലപ്പോഴും തിരിച്ച് ചോദിക്കാറുമില്ല. ഇനി ഇൻ കേസ് തിരികെ തരികയാണെങ്കിൽ പലിശ ഇല്ലാതെയൊക്കെ ആയിരിക്കും അത് തിരികെ ഇതാക്കുന്നത്. മിക്ക കേസുകളിലും തിരികെ മേടിക്കാറില്ല. അതിനെയാണ് നമ്മൾ ഗ്രാൻഡ് അല്ലെങ്കിൽ പറഞ്ഞ ഗ്രാൻഡ്സ് ഇൻ എയ്ഡ് എന്നൊക്കെ പലപ്പോഴും പറയപ്പെടാറുള്ളത്. ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും തന്നെ മേടിക്കാറില്ല. ലോൺ ആയിട്ടല്ല ഇത് കൊടുക്കുന്നുള്ള കാര്യം ഓർത്തിരുന്നാൽ മതി. സോ ഇവിടെ പിക്ചറിൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലും പാപ്പുവ ന്യൂഗിനിയയുടെ ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷൻസ് കാണാൻ സാധിക്കും. അതിന്റെ റൈറ്റ് സൈഡിൽ 2 പിക്ചറാണ്. ദ ഫസ്റ്റ് വൺ ആൻഡ് ദിസ് സെക്കൻഡ് വൺ. ഓക്കെ, റൈറ്റ് സൈഡിലുള്ളത് സെക്കൻഡ് വൺ ആണ്, സെക്കൻഡ് ആയിട്ടുള്ള പിക്ചറാണ്. ഓക്കെ, ഇത് സെക്കൻഡ് പിക്ചറാണ്. സോ ഇവിടെ ഈ 2 പിക്ചർ എന്തെടുത്തു ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫസ്റ്റ് പിക്ചറിനകത്ത് പാപ്പുവ ന്യൂഗിനിയ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓസ്ട്രേലിയയുടെ നോർത്ത് ആയിട്ടാണ്, ഇന്തോനേഷ്യയുടെ ഈസ്റ്റ് ആയിട്ടുമാണ് പാപ്പുവ ന്യൂഗിനിയ സിറ്റുവേറ്റ് ചെയ്യുന്നത്. വെസ്റ്റേൺ പസഫിക് ഓഷ്യനിലാണ് ഇവ സിറ്റുവേറ്റ് ചെയ്യപ്പെടുന്നുള്ള കാര്യം ഓർക്കാം. ഇപ്പം ഇന്തോനേഷ്യയൊക്കെ ആണെങ്കിലും നമ്മളറിയാം റിംഗ് ഓഫ് ഫയർ ആ ഒരു ഏരിയയിലേക്ക് കൃത്യമായിട്ട് കയറി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഇത്തരത്തിലുള്ള സീസ്മിക് ആക്ടിവിറ്റീസ് വളരെ കൂടുതലായിരിക്കും. എർത്ത് ആയിട്ടും വോൾക്കാനിക് ഇറപ്ഷൻസ് ഒക്കെ ആയിട്ട് വളരെ കൂടുതലാണ് ഈ ഒരു പ്രദേശങ്ങൾ. സോ ഈ പാപ്പുവ ന്യൂഗിനിയ ഇപ്പം ലാൻഡ് സ്ലൈഡ് ഉണ്ടായി. അതുപോലെ തന്നെ ഈ അപ്കമിങ് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ പറയുവാണെങ്കിൽ ഇവിടുത്തെ ഈ ബോഗ്വിൽ ഇൻ ഐലൻഡ്, ഓക്കെ, ഈ ഐലൻഡും കഴിഞ്ഞ വർഷം വാർത്തയിലുണ്ടായിരുന്നതാണ്. ഇവിടുത്തെ ബഗാനോ വോൾക്കാനോ ഈ പറഞ്ഞ ഇറപ്ഷൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വാർത്തയിലുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് 2 രീതിയിൽ ചോദിക്കാം. ബൊഗൈൻവിൽ ഐലൻഡ് റീസെന്റ് സീൻ ന്യൂസ് ഇസ് റിലേറ്റഡ് ടു എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാം. അപ്പോൾ അത് നമ്മുടെ പാപ്പുവ ന്യൂഗിനിയാണ്. ദെൻ ബഗാനോ വോൾക്കാനോ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാം. അതും പാപ്പുവ ന്യൂഗിനിയ, അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ബൊഗൈൻവിൽ ഐലൻഡുമായിട്ട് ബന്ധപ്പെട്ടാണ് ബഗാനോ വോൾക്കാനോ. ഓക്കെ, സോ ആ ഒരു പോയിന്റ് ആണ് മെയിൻലി ഓർത്തിരിക്കേണ്ടത്. ദെൻ കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കണം. ലൊക്കേഷൻസ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇറ്റ്സ് എൻ ഐലൻഡ് കൺട്രി ദാറ്റ് ലൈസ് സൗത്ത് വെസ്റ്റേൺ പസഫിക് ആണ്. വെസ്റ്റേൺ പസഫിക് കുറച്ചുകൂടെ ആക്യുറേറ്റ് പറയുകയാണെങ്കിൽ സൗത്ത് വെസ്റ്റേൺ പസഫിക്കിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. and includes eastern half of New Guinea, world's second largest island, and the small offshore islands. Then ഈ പറഞ്ഞ നെയ്ബേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്തോനേഷ്യ ഓൾറെഡി ഇപ്പോൾ നമ്മൾ കണ്ടു. ഇന്തോനേഷ്യയാണ് വെസ്റ്റിലേക്ക് ഇരിക്കുന്നത്, ഓസ്ട്രേലിയയാണ് സൗത്തിലേക്ക്, ആൻഡ് സൊളമോൻ ഐലൻഡ്സ് ടു സൗത്ത് ഈസ്റ്റ്. ഇപ്പോൾ ആ പിക്ചറിൽ കാണാൻ പറ്റുന്നില്ല. ഇനി ഈ പറഞ്ഞ സൊളമോൻ ഐലൻഡ്സ് ഉണ്ട്. ഇതിന്റെ സൗത്ത് ഈസ്റ്റ് മേഖലയായിട്ടാണ് സൊളമോൻ ഐലൻഡ്സ് പറയുന്നത്. ദെൻ പാപ്പുവ ന്യൂ ഗിനിയയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പോർട്ട് മോഴ്സ്ബി ആണ്. ആൻഡ് ടെറൈൻ മെയിൻലി മൗണ്ടൈനസ് ആണ്. മെയിൻലി മൗണ്ടൈനസ് റീജിയൻ ആയിട്ടുള്ള പ്രദേശമാണ് ഈ പാപ്പുവ ന്യൂ ഗിനിയ. ഓക്കെ, ദെൻ ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കേണ്ടത് ലാംഗ്വേജസിന്റെ കാര്യത്തിൽ ലിംഗ്വിസ്റ്റിക്കലി ഇറ്റ്സ് എ വേൾഡ്സ് മോസ്റ്റ് ഡൈവേഴ്സ് കൺട്രിയാണ് വിത്ത് മോർ ദാൻ 800 ലാംഗ്വേജസ്. പാപ്പുവ ന്യൂ ഗിനിയയിൽ 800-ലധികം ലാംഗ്വേജസ് സംസാരിക്കപ്പെടുന്നുണ്ടെന്നാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വേൾഡ്സ് മോസ്റ്റ് ഡൈവേഴ്സ് കൺട്രി എന്ന് അറിയപ്പെടുന്നു. ദെൻ എന്നാൽ ഇവിടുത്തെ മെയിൻ ലാംഗ്വേജ് ഗവൺമെന്റിന്റെയും കൊമേഴ്സ് ആക്ടിവിറ്റീസിന്റെ ഒക്കെ തന്നെ മെയിൻ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അതിനൊരു കാരണമുണ്ട്. ബിക്കോസ്
പാപ്പുവ ന്യൂഗിനിയ പറയുകയാണെങ്കിൽ ബ്രിട്ടീഷ് കൺട്രോളിലുണ്ടായിരുന്ന ഒരു രാജ്യമാണ്. സ്റ്റിൽ പറയുവാണെങ്കിൽ ഇൻഡിപെൻഡന്റ് കൺട്രിയാണ്. 1975 പാപ്പുവ ന്യൂഗിനിക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയത്. ബട്ട് സ്റ്റിൽ പാപ്പുവ ന്യൂഗിനിയ ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണലി മൊണാർക്കിക്കൽ കൺട്രിയാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിക്കൽ കൺട്രിയാണ് പാപ്പുവ ന്യൂഗിനിയ. അണ്ടർ ദ ബ്രിട്ടീഷ് മൊണാർക്കിന്റെ കീഴിലേക്ക് വരുന്നതാണ്. ബട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ കൺട്രി ആണെന്നുള്ള കാര്യം ഓർക്കുക. ആ കാര്യം നമ്മൾ അടുത്ത സ്ലൈഡിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇംഗ്ലീഷ് ആണ് ഇവിടുത്തെ മെയിൻ ലാംഗ്വേജ് ഗവൺമെന്റിന്റെ കൊമേഴ്സ് ആക്ടിവിറ്റീസിന്റെ വേണ്ടിയിട്ട്. സോ പാപ്പുവ ന്യൂഗിനിയ നമ്മൾ ഓൾറെഡി പറഞ്ഞു സെൽഫ് ഗവേണിംഗ് ആയിട്ട് മാറിയത് 1973 ആൻഡ് അച്ചീവ്ഡ് ഇൻഡിപെൻഡൻസ് ഓൺ സെപ്റ്റംബർ 16, 1975 പാപ്പുവ ന്യൂഗിനിയ ഇൻഡിപെൻഡൻസ് അച്ചീവ് ചെയ്തത്. ആൻഡ് ദ കൺട്രി ഇസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ആൻഡ് മെമ്പർ ഓഫ് കോമൺവെൽത്ത് ആണ്. ബ്രിട്ടീഷിന്റെ കീഴിൽ വരുന്ന രാജ്യങ്ങളൊക്കെ ചേർന്നാണ് ഈ കോമൺവെൽത്ത് രാജ്യങ്ങൾ എന്ന് പറയുന്നത്. പണ്ട് ബ്രിട്ടീഷിന്റെ കീഴിലുണ്ടായിരുന്ന രാജ്യങ്ങളൊക്കെ വെച്ചിട്ട്. സോ ഇപ്പം പറയുവാണെങ്കിൽ ബ്രിട്ടീഷ് മൊണാർക്കാണ് റെപ്രസെന്റഡ് ബൈ ദ ഗവൺമെന്റ്. ബ്രിട്ടീഷ് മൊണാർക്ക് തന്നെയാണ് അവിടെ മൊണാർക്കായിട്ട് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്നറിയപ്പെടുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്ന് പറയുമ്പോഴേക്കും അവിടുത്തെ സ്റ്റേറ്റ് ഓഫ് ദ ഹെഡ് എന്ന് പറയുന്ന ഹെറിഡിറ്ററി പൊസിഷൻ ആയിരിക്കും. ബട്ട് സ്റ്റിൽ അവിടുത്തെ കാര്യങ്ങൾ റൺ ചെയ്യുന്ന ലോ മേക്ക് ചെയ്യാനായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അടിസ്ഥാനമാക്കിയുള്ള ഒരു പാർലമെന്റ് അവിടെ കൃത്യമായിട്ട് ഉണ്ടാവും. ബ്രിട്ടൻ ഒരു കോമൺ എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ്. ബ്രിട്ടൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയൽ രാജ്യമാണ്. ഓക്കെ, അതേപോലെ തന്നെയാണ് പാപ്പുവ ന്യൂഗിനിയും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയൽ കൺട്രിയാണ്. ബ്രിട്ടീഷ് മൊണാർക്ക് റെപ്രസെന്റഡ് ബൈ ഗവർണർ ജനറൽ ഇസ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ദ പ്രൈം മിനിസ്റ്റർ ഇസ് ദ ഹെഡ് ഓഫ് ദ ഗവൺമെന്റ് ആണ്. പ്രൈം മിനിസ്റ്റർ ആയിരിക്കും ഹെഡ് ഓഫ് ദ ഗവൺമെന്റ്. ബട്ട് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് മൊണാർക്കാണ്, വിച്ച് ഇസ് എ ഹെറിഡിറ്ററി പൊസിഷൻ എന്നുള്ള കാര്യം കൂടി ഓർമ്മ വെച്ചേക്കാം. ഓക്കെ, അപ്പം കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയുടെ എക്സാമ്പിൾ ഓർക്കുമ്പോഴേക്കും ബ്രിട്ടന്റെ എക്സാമ്പിൾ ഓർത്താൽ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും. ഓക്കെ, സോ അടുത്ത ആർട്ടിക്കിൾ ഡെഡ് സീയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം നമ്മൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഡെഡ് സീയും അതേപോലെ ഡെസേർട്ട് നെഗവിൻ ഡെസേർട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ്. രണ്ടും ഇസ്രായേൽ പലസ്തീൻ വാറുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഹമാസിന്റെ ആക്രമണങ്ങൾ ഇവിടെ രണ്ടിടത്തും നടന്നിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് നമുക്ക് പ്ലേസസ് ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ആർട്ടിക്കിൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറിയേക്കാം. ഡെഡ് സീ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലൊക്കേഷൻ കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാൽ മതി. ഇസ്രായേലും ജോർദനുമായിട്ടാണ് പ്രധാനമായിട്ടും ഡെഡ് സീ ബൗണ്ടറി ഷെയർ ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ നോർത്ത് വെസ്റ്റിലേക്ക് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുമ്പോൾ ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറിയാണ്. ബിറ്റ്വീൻ ഇസ്രായേൽ ആൻഡ് പലസ്തീൻ ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറിയാണ്. സോ എനിവേ വെസ്റ്റ് ബാങ്ക് നോർത്ത് വെസ്റ്റിലേക്ക് വെസ്റ്റ് ബാങ്കും ഇസ്രായേൽ താഴേക്ക് ഇസ്രായേലും പിന്നെ ജോർദനാണ്. ഈസ്റ്റ് ഫുള്ളായിട്ട് ജോർദനാണ് ഡെഡ് സീയെ കവർ ചെയ്യുന്നത്. അപ്പോൾ ഈ പിക്ചറിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇതൊരു എന്താ പറയുക ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു വാട്ടർ ബോഡിയാണ്. ക്ലോസ്ഡ് വാട്ടർ ബോഡിയാണ്. ഇൻലെറ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവിടുന്ന് വാട്ടർ എസ്കേപ്പ് ചെയ്ത് പോകുന്നത് വേപ്പറൈസേഷനിലൂടെ ആയിരിക്കും. അതിനാൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ പോലെ വാട്ടർ ബോഡീസിൽ സോൾട്ടിന്റെ കണ്ടന്റ് വളരെയധികം കൂടുതലായിരിക്കും. സോൾട്ടിയസ്റ്റ് ആയിട്ടുള്ളൊരു സീ കൂടിയാണ് ഡെഡ് സീ എന്നുള്ള കാര്യം ഓർക്കാം. അവിടുത്തെ ഈ പറഞ്ഞ പോലെ അവിടെ നമ്മൾ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. പിന്നെ അതിന്റെ സലൈനിറ്റി അത്രയും കൂടുതലായതുകൊണ്ട് തന്നെ ഒരു രീതിയിലുമുള്ള ഈ പറഞ്ഞ പോലെ പ്ലാന്റ്സ് ഒന്നും തന്നെ അവിടെ കാണാറില്ല. അതുകൊണ്ടാണ് ആ പേര് ഡെഡ് സീ എന്നുള്ള പേരിലും അവിടെ അറിയപ്പെടുന്നത്. സോ ഡെഡ് സീ ഈസ് ഓൾസോ കോൾഡ് സോൾട്ട് സീ എന്നറിയപ്പെടുന്നു. And the Salt Lake bordering Jordan to the east and Israel to the west ആണ്. Then however the western shore southern half belongs to Israel while the shore's northern half is West Bank. ഇപ്പോൾ നമ്മൾ പടത്തിൽ ആ ഒരു പിക്ചറിൽ കാണേണ്ടത് തന്നെയാണ് വെസ്റ്റ് ബാങ്ക് ഏരിയ ക്ലെയിംഡ് ബൈ ബോത്ത് ഇസ്രായേൽ ആൻഡ് പലസ്തീൻ. ആൻഡ് ഇറ്റ് ലൈസ് ടു ദ ഈസ്റ്റ് ഓഫ് മെഡിറ്ററേനിയൻ സീ. ബട്ട് മെഡിറ്ററേനിയൻ സീയുമായിട്ട് ഡയറക്റ്റ് അതിനകത്ത് ഓപ്പണിംഗ് ഇല്ല. മെഡിറ്ററേനിയൻ സീയിലെ ഈസ്റ്റ് ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ആൻഡ് സൗത്ത് ഓഫ് സീ ഓഫ് ഗലീലി. ആൻഡ് ദെൻ ഈ പറഞ്ഞ പോലെ ഇറ്റ് ഡസ് നോട്ട് ഹാവ് ആൻ ഔട്ട്ലെറ്റ്. അത് ഓർത്തിരിക്കണം, ഇറ്റ് ഡസ് നോട്ട് ഹാവ് ആൻ ഔട്ട്ലെറ്റ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഇവിടുന്ന് സോ ഇറ്റ് ലൂസ് ഇറ്റ്സ് വാട്ടർ മെയിൻലി ത്രൂ ഇവാപ്പറൈസേഷൻ. ആൻഡ് 306 മീറ്റർ ഡീപ്പാണ്. ഡീപ്പസ്റ്റ് ഹൈപ്പർ സലൈൻ ലേക്ക് ഇൻ ദ വേൾഡ് ആണ്. ഓക്കെ, സോ ദസ് ഡെഡ് സീ ഈസ് ദ ഡീപ്പസ്റ്റ് ഹൈപ്പർ സലൈൻ ലേക്ക് ഇൻ ദ വേൾഡ്. സോ ഇതിൽ നിന്നും ഈ സലൈനിറ്റി ഉള്ള ഇത്തരത്തിലുള്ള വാട്ടർ ബോഡീസ് ഒക്കെ തന്നെ ഡ്രൈ അപ്പ് ആകുമ്പോൾ UPSC പ്രിലിംസിന് സാധാരണ അത് പ്ലേസസ് ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. ഇവിടെ ഓർക്കുക ഈ ഡെഡ് സീയുടെ സലൈനിറ്റി എന്ന് പറയുന്നത് 34.2% ആണ്. നമ്മുടെ നോർമൽ ഓർഡിനറി സീ വാട്ടറിന്റെ 10 മടങ്ങ് സോൾട്ടിയർ ആണ് ഈ ഡെഡ് സീയിലെ വാട്ടർ. ആൻഡ് ഈ പറഞ്ഞ പോലെ ഇറ്റ്സ് വൺ ഓഫ് ദ വേൾഡ് സോൾട്ടിയസ്റ്റ് ബോഡീസ് ഓഫ് വാട്ടർ. ദോ ലേക്ക് വാണ്ടയ്ക്ക് ഇതിനു മുമ്പ് UPSC ചോദിച്ചിട്ടാണ്, PYQ ചോദിച്ചാണ്. ലേക്ക് വാണ്ട അന്റാർട്ടിക്കയിലുള്ളതാണ്. അന്റാർട്ടിക്ക ട്രീറ്റി ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചു ഓർക്കുന്നുണ്ടാവും. അതുകൊണ്ട് ലേക്ക് വാണ്ട അന്റാർട്ടിക്കയിലാണ്. 35% സലൈനിറ്റി ആണത്. ദെൻ ലേക്ക് അസാൾട്ട് ജിബോട്ടിലാണ് 34.8% സലൈനിറ്റി ഉണ്ട്. നമ്മളിപ്പോൾ വാർത്ത കണ്ട ഡെഡ് സീ ഈ പറഞ്ഞ പോലെ 34.2% ആണ് സലൈനിറ്റി ഉള്ളത്. ആൻഡ് ദെൻ the salinity makes its harsh environment in which animals cannot flourish, hence its name Dead Sea എന്നുള്ള പേര് വന്നിരിക്കുന്നു. And the Dead Sea water has a density of 1.24 kilogram per liter. അതോളം ഡെൻസിറ്റി ഉണ്ട്, which makes swimming in its water similar to floating. അതിനാൽ തന്നെയാണ് ഫ്ലോട്ടിംഗ് ആയിട്ട് പോകുന്നു. അതാണ് പേര് ഡെഡ് സീ. അവിടെ ഈ പറഞ്ഞ പോലെ ആനിമൽസ് ഹാർഷ് എൻവയോൺമെന്റ് ആയതുകൊണ്ട് ഡെഡ് സീ എന്ന് വരുന്നു എന്നുള്ള കാര്യം വെച്ചേക്കാം. ഇത്രയാണ് ആ ഒരു ആർട്ടിക്കിളിൽ നിന്ന് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ നെഗവ് ഡെസേർട്ട് ഒരു ടോപ്പിക് കൂടിയുണ്ട്. അപ്പം നെഗവ് ഡെസേർട്ടും ഈ ഒരു ഹമാസിന്റെ ആക്രമണങ്ങൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു, അതിനകത്ത് തന്നെയാണ് പഠിക്കുന്നത്. സോ നെഗവ് ഡെസേർട്ട് എന്ന് പറയുമ്പോൾ കറക്റ്റ്ലി നമുക്കറിയാം ഓപ്പണിംഗ് വന്നിരിക്കുന്നത് എങ്ങോട്ടേക്കാണ്, നമ്മുടെ റെഡ് സീയിലേക്കാണ് അല്ലേ. ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് റെഡ് സീയിലേക്കാണ് ഇതിന്റെ ഓപ്പണിംഗ് വരുന്നത്. ബട്ട് റെഡ് സീയിലേക്ക് ഡയറക്റ്റ് ഓപ്പണിംഗ് അല്ല, ഇത് സീ ഓഫ് അക്വാബ, ഗൾഫ് ഓഫ് അക്വാബ എന്നറിയപ്പെടും. സോ ആ ഒരു ഗൾഫ് ഓഫ് അക്വാബയാണ് ഈ ഒരു ചെറിയ ഓപ്പണിംഗ് ഇല്ലേ. ഓക്കെ, ഈ ചെറിയ ഓപ്പണിങ്ങിലൂടെ കാണുന്നതാണ് മീൻസ് ഓക്കെ ഈ
ചെറിയ ഓപ്പണിംഗ്, അതാണ് ഗൾഫ് ഓഫ് അക്വാബ. ഗൾഫ് ഓഫ് അക്വാബ അവിടെ നിന്നാണ് എങ്ങോട്ടേക്ക് എക്സ്റ്റൻഷൻ പോരുന്നത്, നമ്മുടെ റെഡ് സീയിലേക്ക് എക്സ്റ്റൻഷൻ പോരുന്നത്. പിന്നെ ആ പിക്ചർ നോക്കുമ്പോൾ അറിയാം, ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ കിടക്കുന്ന ഡെസേർട്ടാണ് നെഗവ് ഡെസേർട്ട്. ഇസ്രായേലിന്റെ സദേൺ മോസ്റ്റ് പോർഷനിലേക്കാണ് അത് വരുന്നത്. പിന്നെ ഡെസേർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെയുള്ള താർ മരുഭൂമി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ UAE-യിലൊക്കെ നിങ്ങൾ കാണുന്ന പോലെയുള്ള സാൻഡി ഡെസേർട്ട് അല്ല പലപ്പോഴും ഇവിടെ കാണുന്നത്. ഇതൊരു റോക്കി ഡെസേർട്ട് ആണെന്നുള്ള കാര്യം കൂടെ ഒന്ന് മനസ്സിലേക്ക് വെച്ച് കേട്ടോ. റോക്കി ഡെസേർട്ട് ആണ്. സോ ദ നെഗവ് ഡെസേർട്ട് ഇസ് റഫ്ലി ട്രയാങ്കുലർ ഇൻ ഷേപ്പ്, നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞു. ദെൻ ഈ പറഞ്ഞ പോലെ ലാൻഡ്സ്കേപ്പ്, നമ്മൾ ജോഗ്രഫിക്കൽ കാര്യങ്ങൾ മെയിൻലി നോക്കണം. ദ ലാൻഡ്സ്കേപ്പ് ഓഫ് ദ ഡെസേർട്ട് ഈസ് ഡിസ്റ്റിംഗ്വിഷ്ഡ് ബൈ എ ലാർജ് എമൗണ്ട് ഓഫ് ഇറോഷൻ ലാൻഡ് ഫോംസ്. ഇറോഷൻ ലാൻഡ് ഫോംസ് കൂടുതലുള്ള പ്രദേശമാണ്. അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റീപ്പ് കട്ടൊക്കെ ഈ പിക്ചറിൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. റോക്കി ഡെസേർട്ട്സ് ഒക്കെ ആയിട്ട് പലപ്പോഴും മാറപ്പെടുന്നത്. മോസ്റ്റ് നോട്ടബിളി കാനിയോൺസും ഡീപ്പ് വാലീസും ഒക്കെ തന്നെ ഇവിടങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ്. ദെൻ ആൻ ഇമ്പോർട്ടൻറ്റ് ആൻഡ് പ്രൊമിനന്റ് ജോഗ്രഫിക്കൽ ഫീച്ചർ ഓഫ് ദ നെഗവ് ഇസ് എ ഡീപ്പ് കട്ട് ഇൻ ദ ലാൻഡ്സ്കേപ്പ് കോൾഡ് സിൻ. ഇങ്ങനെയുള്ള പിക്ചേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഡീപ്പ് കട്ട് ഇൻ ലാൻഡ്സ്കേപ്പ് കോൾഡ് സിൻ കാണപ്പെടുന്നത് എവിടെയാണ്? ഈ നെഗവ് ഡെസേർട്ടിലാണെന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലേക്ക് വെച്ചേക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നമുക്ക് പ്ലേസസ് ന്യൂസ്, ഇത്തരത്തിലുള്ള പ്ലേസ് ന്യൂസ് വരുമ്പോൾ വേൾഡ് ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും പ്രിലിംസിന്. സോ ദെൻ നമ്മുടെ ഇന്നത്തെ പ്രിലിംസ് ബേസ്ഡ് MCQ ആണ്. പാപ്പുവ ന്യൂഗിനിയുമായിട്ട് ബന്ധപ്പെട്ട് 2 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. എളുപ്പം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഈ ഒരു നമ്മൾ പാപ്പുവ ന്യൂഗിനിയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ പെട്ടെന്ന് ആൻസർ കണ്ടെത്താൻ പറ്റും. ഇല്ലെങ്കിൽ ജസ്റ്റ് ആ ഒരു ആർട്ടിക്കിൾ ഒന്നുകൂടെ ഒന്ന് കേട്ടതിന് ശേഷം ആൻസർ അറ്റൻഡ് ചെയ്യുക. 2 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്, വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് എല്ലാവരും കറക്റ്റ് ആകണം. സോ 4 ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് 2 സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് നിങ്ങൾക്ക് കറക്റ്റ് എന്ന് തോന്നുന്ന ഓപ്ഷൻ ചൂസ് ചെയ്ത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീണ്ടും അടുത്ത ദിവസം കാണാം. താങ്ക്